Hello. എസ്ട്രേ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും കുറച്ച് ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് കാണിക്കാനായിട്ടാണ്. നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കുറച്ച് സാരീസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് 2-3 വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വീഡിയോസിനും നല്ല റെസ്പോൺസ് ആണ്. അപ്പോൾ അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലത്തെ കുറച്ച് പുതിയ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കുറച്ച് പേസ്റ്റൽ സാരീസ് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഒരു ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിമാൻഡ് വന്നിരിക്കുന്ന വൈറ്റ് ആൻഡ് പേസ്റ്റൽ ഷെയ്ഡ്സിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലും പേസ്റ്റൽ സാരീസ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സാരീസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിലുള്ള സോഫ്റ്റ് കോട്ട സാരി തന്നെയാണ്. നമ്മൾ ഓൾറെഡി ലാസ്റ്റ് എല്ലാ വീഡിയോസിലും നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണിച്ച മെറ്റീരിയൽ ഈ ഒരു സോഫ്റ്റ് കോട്ട ഫാബ്രിക് ആണ്. ഒത്തിരി ആൾക്കാരും ഈ ഒരു സോഫ്റ്റ് കോട്ട ഫാബ്രിക് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഒതുങ്ങിക്കിടക്കും. എന്നാൽ ഭയങ്കരമായിട്ട് ഒഴുകി ഷിഫോൺ പോലെ ദേഹത്ത് ഒട്ടിക്കിടക്കത്തുമില്ല. നമുക്ക് ഉടുക്കുന്ന ആ ഒരു പെർഫെക്ഷനിൽ തന്നെ കിടക്കും. അതുപോലെ തന്നെ ഇത് കാണാനും ഒക്കെ ഒരു പ്രീമിയം ലുക്കും ഒക്കെ ഉണ്ട്. പിന്നെ വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് സ്റ്റാർച്ച് ഒന്നും ചെയ്യാതെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്ന പോലത്തെ നല്ലൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ആപ്ലിക് വർക്ക് പ്ലസ് ഈ ഒരു ഹാൻഡ് വർക്കാണ്, ഹാൻഡ് ബീഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുന്താണി പോർഷനാണിത്. മുന്താണി പോർഷനിൽ ഇതുപോലത്തെ ഇത് കണ്ടോ, ആപ്ലിക് വർക്കിൽ വരുന്നത് പോലത്തെ 4 ഫ്ലവേഴ്സ്, ഇങ്ങനെ 4 ഫ്ലവേഴ്സ് ഇതിൻ്റെ പല്ലു പോർഷനിൽ 4 ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഫുൾ ബോർഡറിലും ഒരു സ്കാലപ്പ് വന്നിട്ടുണ്ട്. ആ സ്കാലപ്പിനും ഒരു പ്രത്യേകതയായിട്ട് വന്നിരിക്കുന്നത്, ആ സ്കാലപ്പിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ ഫുൾ ഇത് കണ്ടോ, ചെറിയ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടുള്ള ബീഡ് വർക്ക് വന്നിട്ടുണ്ട്. ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ബീഡ് വർക്കാണ് ഇതിൻ്റെ ഫുൾ ബോർഡർ വന്നിരിക്കുന്നത്. അതുപോലെ ഈ ആപ്ലിക് വർക്കിലും ആ ഫ്ലവേഴ്സിലും ലീഫിലും ഒക്കെ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നതും ഈ ഒരു ബീഡ് വർക്ക് തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ ഫുൾ ബോഡിയിൽ വരുമ്പോഴും ഇതുപോലെ നമ്മൾ ആപ്ലിക് വർക്ക് സാരീസിലൊക്കെ കാണുന്ന പോലെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ച ആ ഒരു കട്ട് വർക്ക് സാരിയിലൊക്കെ വന്നതുപോലെ ഫുൾ ബോഡിയിൽ ഇതുപോലത്തെ ചെറിയ മോട്ടീവ്സ് ഉണ്ട്. ഇത് കണ്ടോ, കുറച്ച് ഗ്യാപ്പ് വിട്ട് ഇതുപോലത്തെ ചെറിയ മോട്ടീവ്സ് ഈ ഹോൾ സാരിയിലും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ആ ഒരു വർക്കിനെല്ലാം ഈ ഒരു ബീഡ് വർക്ക് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് പോലും നമുക്ക് ഈ ഒരു സാരി ഉപയോഗിക്കാം. എന്നാൽ പാർട്ടി വെയർ മാത്രമല്ല, ഇതിൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ടും ഇതിൻ്റെ വർക്ക് ഒത്തിരി ഹെവി അല്ലാത്തത് കൊണ്ടും നമുക്ക് ഒരു കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാം. എന്നാൽ ചെറിയൊരു ഒക്കേഷനൊക്കെ നമുക്ക് ഒരു പ്രീമിയം ലുക്കിൽ, നമുക്കൊരു റോയൽ ലുക്കിൽ ഒരുങ്ങാനായിട്ട് ഈ ഒരു കളറും നല്ലൊരു കളറാണ്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ, പിസ്ത ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഇത് ഒരു ഇച്ചിരി മിഡിൽ ഏജ്ഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഈ സാരീസ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. അങ്ങനെയല്ല, നമുക്കിപ്പം ഈ ഒരു കറണ്ട് ഒരു ട്രെൻഡ് അനുസരിച്ച് യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ പോലും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലത്തെ കളർ ഷെയ്ഡ്സാണ്. പേസ്റ്റൽ ഷെയ്ഡ്സ് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം കല്യാണങ്ങളാണെങ്കിലും ബാപ്റ്റിസം ആണെങ്കിലും ഹോളി കമ്മ്യൂണിയൻ ഒക്കെ ആണെങ്കിലും അല്ലാത്ത ഈ ഒരു നോർമൽ ഒരു ചെറിയൊരു ഫങ്ഷൻസിനൊക്കെ ആണെങ്കിലും എപ്പോഴും നമുക്കൊരു പ്രീമിയം എലഗൻ ലുക്ക് തരുന്ന കളേഴ്സാണ് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്. അതിനൊരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഇന്ന ഏജിന് മുകളിലുള്ളവർ മാത്രമേ ഈ ലൈറ്റ് ഷെയ്ഡ്സ് ഉപയോഗിക്കൂ എന്നൊന്നുമില്ല. ഇപ്പം അതൊരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടൈം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലും ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി എൻക്വയറീസും നമുക്ക് വരുന്നത് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിന് തന്നെയാണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2825 ആണ്, 2825. ഇത്രയും ബോർഡറിൽ കൂടെയും ഈ ഒരു പല്ലൂലും ഒക്കെ ഇത്രയും ബീഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സാരി ഈ ഒരു പ്രൈസിൽ ശരിക്കും വർത്താണ്. നമുക്ക് നല്ലതായിട്ട് ആ ഒരു എലഗൻസ് കാണാൻ പറ്റുന്ന പോലത്തെ തന്നെ സാരിയാണ്. ഈ സാരിയുടെ ബ്ലൗസ് വരുമ്പോഴും നമ്മൾ നേരത്തെ ഇതിലൊക്കെ കണ്ടതുപോലെ, ആപ്ലിക് വർക്ക് സാരീസിലൊക്കെ കണ്ടതുപോലെ ഒരു ചന്തേരി മിക്സിലാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവ്സിലും ഈ സെയിം വർക്കും ആ ഒരു ബീഡ് വർക്കും വരുന്നുണ്ട്. 2 സ്ലീവിലും ഇതുപോലത്തെ ഓരോ സിംഗിൾ പാറ്റേൺ ആപ്ലിക് വർക്ക് വിത്ത് ആ ഒരു ബീഡ് വർക്കും അതിൻ്റെ എൻഡിലെ സ്കാലപ്പിലും ആ ഒരു ബീഡ് വർക്ക് വരുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസും വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വിത്ത് ബ്ലൗസൊക്കെ വെച്ച് പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഫുൾ ആ ഒരു ചെറിയൊരു ഭയങ്കര ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള വർക്ക് അല്ലതാനും, എന്നാൽ നല്ല ഭംഗിയിൽ ആ ഒരു വർക്ക് കാണുന്നത് നല്ല രസമുണ്ട്. അതിന് നമുക്ക് 3-4 ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. നമുക്ക് മിക്കവാറും ഈ ഒരു സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഒരു 3-4 ഷെയ്ഡ്സ് ആണ്. ലാവൻഡർ, ഗ്രീന്, പീച്ച്, പിങ്ക്, ഐവറി, ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്ക് വരുന്ന എല്ലാ പാറ്റേണിലും. നോർമലി നമുക്ക് ഈ ഏറ്റവും അവൈലബിൾ ആയിട്ട് ഈ 4-5 ഷെയ്ഡ്സ് ആണ് പറ്റുന്നത്. ഇതിൽ നമുക്ക് അവൈലബിൾ ആവുന്ന ഷെയ്ഡ്സ് നമ്മൾ എല്ലാ പാറ്റേണിൻ്റെ കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 4 ഷെയ്ഡ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്.
ഇതുണ്ട് ഇതിൻ്റെ പല്ലു പോർഷൻ കണ്ടോ, നല്ല ഭംഗിയായിട്ട് 4 ഫ്ലവർ പാറ്റേൺസ് ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പിൽ കൊടുത്തിരിക്കുക. നല്ല രസമായിട്ട് തന്നെ അത് ചെയ്തിരിക്കുന്നത്. ഇത് പേസ്റ്റൽ ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഒരു ഓഫ് വൈറ്റ് ബീഡ് വർക്ക് വരുമ്പോഴത്തേനും നല്ലൊരു ഹൈലൈറ്റ് ആ ഒരു ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കോൺട്രാസ്റ്റ് ചെയ്തിട്ട് കാണത്തുമില്ല, എന്നാൽ നല്ലൊരു എലഗൻറ്റ് ലുക്ക് ഇതിന് കൊടുത്തിട്ടുമുണ്ട്. അതിൻ്റെ സെക്കൻഡ് കളർ വരുന്നത്, ഇതിൻ്റെയും പ്രൈസ് സെയിം തന്നെയാണ് വരുന്നത്, 2825 ആണ്. എല്ലാ പാറ്റേൺ കളർ ഡിഫറൻസ് അനുസരിച്ച് പ്രൈസിന് വ്യത്യാസമൊന്നും വരത്തില്ല. എല്ലാ കളേഴ്സിനും സെയിം റേറ്റ് ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സാരീസാണ്. അപ്പം എൻ്റെയൊക്കെ നമുക്ക് ഒത്തിരി സ്റ്റോക്സ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പറഞ്ഞ പോലെ ഞാൻ പറയുന്ന പോലെ നമുക്ക് എപ്പോഴും എല്ലാ പീസും 10 to 15 പീസസ് മാക്സിമം വരാറുള്ളൂ. ആദ്യം നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ സാരീസ് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് വീഡിയോസിലൊക്കെ കാണിച്ച സാരീസ് ഒത്തിരി ആൾക്കാർ വീണ്ടും ഇപ്പോഴും നമ്മളോട് റീസ്റ്റോക്ക് ആകുമോ, അത് അവൈലബിൾ ആകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, എന്നാൽ പോലും അത് നമുക്ക് അത്രയും പ്രാക്ടിക്കലായിട്ട് നമുക്ക് തോന്നുന്നില്ല എല്ലാം റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെന്ന്. വീണ്ടും നമുക്ക് പുതിയ പുതിയ ഡിസൈൻസ് എല്ലാ പാറ്റേൺസിലും വരുന്നതായിരിക്കും. സെയിം പാറ്റേൺ ഇനി റീസ്റ്റോക്ക് ആകുമോ നമുക്ക് ഷുവർ അല്ല. ഇതിൻ്റെയും ബ്ലൗസ് വരുമ്പം സെയിം ആ ഒരു ചന്തേരി മിക്സ് ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട്. ആ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേണും അതുപോലെ സ്കാലപ്പിൻ്റെ എൻഡിൽ കൂടെ ഈ ഒരു ഡോട്ട് പാറ്റേണും ആ ഒരു ബീഡ് പാറ്റേണും. ഇതാണ് സെക്കൻഡ് കളർ വരുന്നത്. ഇനി നമുക്ക് വരുന്നത് ഇതിൻ്റെ തേർഡ് ഷെയ്ഡാണ്. തേർഡ് ഷെയ്ഡ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഐവറി ഷെയ്ഡാണ്. ഐവറി ഷെയ്ഡ് ഒത്തിരി ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന ഷെയ്ഡ്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ലീഫ് പാറ്റേണിലുള്ള ഐവറി ഷെയ്ഡാണെങ്കിലും മൂങ്ങാ ചെക്കിൽ കട്ട് വർക്ക്, നെറ്റ് കട്ട് വർക്കൊക്കെ വരുന്ന ആ ഒരു ഐവറി ഷെയ്ഡാണല്ലോ ഒത്തിരി പേര് എൻക്വയറി ചെയ്തു. നമുക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ പബ്ലിഷ് ചെയ്ത് ഒരു 4-5 hours തന്നെ സ്റ്റോക്ക് ക്ലിയർ ആയി. അതിനുശേഷം ഒത്തിരി ആൾക്കാർ നമ്മളെ ആ സെയിം പാറ്റേൺ കിട്ടുമോ എന്ന് ചോദിച്ച് എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവരോടും, നമ്മൾ വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമെന്ന്. പക്ഷേ എന്നാലും നമുക്ക് ഷുവർ അല്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഷെയ്ഡ്സ് ഒക്കെ വരുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പോലെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക താല്പര്യമുള്ളവർ. അപ്പം ഇതാണ് ഇതിൻ്റെ തേർഡ് ഷെയ്ഡ്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല, ഷെയ്ഡിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സെൽഫ് കളർ വരുന്ന ഉണ്ടോ ആപ്ലിക് വർക്ക് വരും, അതിൽ ഹൈലൈറ്റഡ് ആയിട്ട് ഈ ഒരു ബീഡ് വർക്കും വരും. ബാക്കിയെല്ലാം സെയിം ആണ്, ബ്ലൗസും എല്ലാം സെയിം ആണ്. ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി പ്രാവശ്യം പറയണ്ടല്ലോ. നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം. ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ്. ബേബി പിങ്ക് ഷെയ്ഡും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പേസ്റ്റൽ ഷെയ്ഡ്സിൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ലാസ്റ്റ് വീഡിയോയിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ബേബി പിങ്ക് ഷെയ്ഡിൽ വേറെ ഡിസൈൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനും ഈ പറഞ്ഞ പോലെ നല്ല എൻക്വയറി ഉണ്ടായിരുന്നു. സെയിം മെറ്റീരിയൽ തന്നെ, നമുക്ക് ആ കാണിച്ച മെറ്റീരിയൽ, നമ്മൾ ആ കാണിച്ച ലീഫ് പാറ്റേണിൻ്റെ മെറ്റീരിയൽ സെയിം തന്നെയാണ്, സോഫ്റ്റ് കോട്ട മെറ്റീരിയൽ തന്നെ. ഇത് അതിൽ വർക്കിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് ആണ്. ഇതിനകത്ത് വരുമ്പോൾ ഇങ്ങനത്തെ സ്കാലപ്പ് വർക്ക് ബോർഡേഴ്സും അതുപോലെ ഈ ആപ്ലിക് വർക്ക് ഡിസൈനും മെറ്റീരിയലെല്ലാം സെയിം തന്നെയാണ്. സോഫ്റ്റ് കോട്ട എന്ന് പറയുന്ന ഒരു ഇത് പ്യുവർ കോട്ടൺ അല്ല എന്ന് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത് പറഞ്ഞായിരുന്നു. ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ സിൽക്ക് ബ്ലെൻഡ് ആണ്. അപ്പം നമ്മുടെ ആ ഒരു സിൽക്കി കോട്ട വരുന്ന ഫാബ്രിക്കും അല്ല, എന്നാൽ കോട്ടൺ ചെക്ക് കോട്ടയുടെ ഫാബ്രിക്കും അല്ല, കോട്ട ഫാബ്രിക്കിൽ തന്നെ വരുന്ന ഒരു ടൈപ്പ് ഫാബ്രിക്. ഇതിനകത്ത് ഹോൾസ് വരുന്നില്ല, ചെക്സ് വരുന്നുണ്ട്, പക്ഷെ ഫുൾ ബോഡി ചെക്സ് വരുന്നുണ്ട്, ഹോൾസ് വരുന്നില്ല. അതുപോലെ ഇത് നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്, ഭയങ്കര ഫ്ലോയി അല്ല, എന്നാൽ ഒതുങ്ങി കിടക്കുന്ന, വീർത്ത് നിൽക്കാത്ത, ഉടുത്താൽ ഒതുങ്ങി ആ ഒരു ഷേപ്പിനനുസരിച്ച് നിൽക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ്. ഏത് ഏജ് ഗ്രൂപ്പിനാണെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ആണെങ്കിലും കളർ ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ഇത് നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് നമുക്ക് വേറൊരു പാറ്റേണാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇതിൽ ഈ 4 ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതൊരു ഗ്രീൻ എന്ന് വേണേലും പറയാം, ഒരു യെല്ലോയിഷ് ഗ്രീൻ എന്ന് വേണേലും പറയാവുന്ന ഒരു കളറാണ്. ഇത് നമ്മുടെ മൂങ്ങാ ചെക്ക് തന്നെയാണ് ഫാബ്രിക് വരുന്നത്. നമ്മൾ നേരത്തെ വീഡിയോയിൽ കട്ട് വർക്ക് കാണിച്ച മൂങ്ങാ ചെക്ക് ഫാബ്രിക് ആണ്. മൂങ്ങാ ചെക്ക് വരുമ്പോഴത്തേനും ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. മൂങ്ങാ ചെക്ക് വരുമ്പോഴത്തേനും നമുക്ക് മിക്സ്ഡ് ആയിട്ട് ഇത് കണ്ടോ, ഇതുപോലെ ആ ഒരു ഗോൾഡൻ ആയിട്ടുള്ള വലിയ ചെക്സിനകത്തൂടെ ചെറിയ കുഞ്ഞു ചെക്സ് വരുന്ന ഒരു പാറ്റേണിലാണ് നമുക്ക് ആ ഒരു ചെക്ക് പാറ്റേൺ വരുന്നത്. പിന്നെ ഫുൾ ബോർഡറും ഈ ഒരു കട്ട് വർക്ക് പാറ്റേൺ, കട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നെറ്റ് കട്ട് വർക്ക് പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു ഫുൾ ബോർഡറും വരുന്നത്. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ. അത് കണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ ബോർഡർ വരുന്നത്. നെറ്റിനിടയ്ക്കൂടെ ഈ റോസ് ഫ്ലവേഴ്സ് വരുന്നത് പോലെ ഇത്രയും വീതിയിൽ ഈ ഒരു ബോർഡർ വരിക ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ബോർഡറിൻ്റെ എൻ്റെ സ്കാലപ്പല്ല, ആ ഒരു ഡിസൈനിൻ്റെ ഫിനിഷിൽ വരുന്നത് പോലെ തന്നെ കട്ട് വർക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ ഒരു ബോർഡർ വരുന്നത്. ഇത് കണ്ടോ, നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്.
ഇത് നമുക്ക് ഗ്രീൻ ഷെയ്ഡൊന്നും പറയാം, യെല്ലോയിഷ് ഗ്രീൻ ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞ ലൈം ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. പ്രോപ്പർ നമ്മൾ മുമ്പേ കാണിച്ച ആ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡില്ല, അതിനേക്കാളും കുറച്ചുകൂടി ഒരു ലൈറ്റർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പക്ക പേസ്റ്റൽ ഷെയ്ഡാണ്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ ഈ ബോർഡർ ഉണ്ടോ, ഈ നെറ്റ് കട്ട് വർക്ക് എന്ന് പറയുന്നതിന്റെ ഫുൾ എലഗൻസും, അതായത് ഇത് ഫുള്ള് നെറ്റാണ്. ക്ലിയർ ആയിട്ട് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എൻ്റെ വിചാരം. ഇത് കണ്ടോ, ഫുൾ നെറ്റിനിടയ്ക്കൂടെ ഈ ഒരു ലീഫ് പാറ്റേണും അതുപോലെ ആ ഒരു റോസസ് പാറ്റേണും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ബോഡി പോർഷനിൽ വരുമ്പോഴും ഈ ഒരു ലീഫ് പാറ്റേൺ കൊടുത്തിരിക്കുന്നത് ഈ ഒരു നെറ്റ് കട്ട് വർക്ക് പാറ്റേണിൽ, അത് കണ്ടോ സ്കാറ്റേർഡ് ആയിട്ട് നമ്മുടെ ഈ ഒരു ബോഡി പോർഷനിലും ഈ ഒരു ഫ്ലവർ ആ ഒരു ലീഫ് പാറ്റേൺ വരുന്നുണ്ട്. അതും ഇങ്ങനെ 2-3 ലീഫ് നെറ്റ് വെച്ച് കവർ ചെയ്ത് ബാക്കി അല്ലാതെ ആ ഒരു ലീഫ് ഡിസൈൻ വരുന്നത് പോലെയാണ്. ഇതിന്റെ ഫുൾ ബോർഡറിലും ഈ ഒരു നെറ്റ് കട്ട് വർക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ആ ബോഡി പോർഷൻ ഫുള്ളും നമുക്ക് ഇതുപോലെ ആ ഒരു ലീഫ് പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു എലഗൻ ലുക്ക്. ഈ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സിനൊക്കെ ഈ ഒരു ഷെയ്ഡും ഈ ഒരു പാറ്റേണും ഒക്കെ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എന്നും പറഞ്ഞ് മിഡിൽ ഏജിന് പറ്റില്ല എന്നല്ല, സെയിം മെറ്റീരിയൽ തന്നെയാണ്, എല്ലാവർക്കും പറ്റും. ഇപ്പം നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നത് യങ്സ്റ്റേഴ്സിന് പറ്റുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കട്ട് വർക്കൊക്കെ യങ്സ്റ്റേഴ്സിന് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ട്, അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ക്യാരി ചെയ്യാനായിട്ട് അറിയായിരിക്കും. വൺ ഫ്ലീറ്റിലൊക്കെ ഇട്ട് ക്യാരി ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ എലഗൻസ് വരും. ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും കുത്തി കൊടുക്കുമായിരിക്കുമല്ലോ, അവർക്കും ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയായിരിക്കും. നല്ല വീതിയിൽ ഈ ഒരു ബോർഡർ വന്നിരിക്കുന്നത് കൊണ്ട് അവർക്കും ഇത് പ്രാക്ടിക്കലി നല്ല ഭംഗിയായിരിക്കും. ഏത് ഏജ് ഗ്രൂപ്പിന് വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ. പല്ലുവിൻ്റെ എൻഡ് വരുമ്പം ഇത് കണ്ടോ, ഇതുപോലെ ആ റോസ് ഫ്ലവേഴ്സ് ഇച്ചിരി വലുതായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. എൻഡ് ഇതുപോലെ നന്നായിട്ട് ആ ഒരു ബോർഡർ വന്നിട്ട് ഏറ്റവും എൻഡിൽ വരുമ്പം ഈ ലീവ്സിൻ്റെ കൂടെ ഓരോ ഫ്ലവേഴ്സും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സാരിയാണേ. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2675 ആണേ, 2675 ആണേ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. അതുപോലെ ഇതിന്റെ ബ്ലൗസ് വരുമ്പോൾ ഇച്ചിരി ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അതായത് നമ്മളിപ്പം ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് നമുക്ക് ബ്ലൗസ് വരുന്നത്. ചന്തേരി മിക്സ് ഫാബ്രിക് തന്നെയാണ് ഓഫ് വൈറ്റ് ഷെയ്ഡിലെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസിലും ആ ഒരു ലീഫ് പാറ്റേൺ, ആ ഒരു കട്ട് വർക്കോട് കൂടി തന്നെ ആ ഒരു ലീഫ് പാറ്റേൺ വന്നിട്ടുണ്ട് കണ്ടോ. ആ 2-3 ലീഫ് നെറ്റ് കട്ട് വർക്ക് വന്ന് ബാക്കി ലീവ്സ് അല്ലാതെ വരുന്നത് പോലെ ആ ഒരു കട്ട് വർക്ക് പാറ്റേണിൽ തന്നെ ആ ലീവ്സ് വരുന്നത് പോലെ ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് നമുക്ക് സാരിയുടെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട്. ഇത് കണ്ടോ, സാരി ഒരു ഗ്രീൻ ഷെയ്ഡ് ആണെങ്കിൽ, ലൈം ഷെയ്ഡ് ആണെങ്കിൽ ഇതിന് ഓഫ് വൈറ്റ് ഷെയ്ഡിലായിട്ടാണ് ബ്ലൗസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലെല്ലാം അങ്ങനെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ബ്ലൗസ് വരുന്നത്. അതുകൊണ്ട് സെയിം കളർ ബ്ലൗസ് പെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു സാരി നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് ഇതിൻ്റെ 2-3 കളേഴ്സ് ചേഞ്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സാരിയുടെ പാറ്റേണിൽ കാണിച്ച പോലെ തന്നെ നമ്മുടെ ലാവൻഡർ ഷെയ്ഡ്, നല്ല ഭംഗിയില്ല ലാവൻഡർ ഷെയ്ഡാണ്. ഇതിൻ്റെ അടിയിൽ ഈ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ, ഒരു കളർ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ബ്ലൗസ് ഞാൻ പറഞ്ഞതുപോലെ ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ്. ഇതുണ്ടോ സാരി വരുമ്പോൾ ഇതേ നല്ല ലാവൻഡർ ഷെയ്ഡ് സാരിയാണ്. സെയിം വർക്കാണ്, നെറ്റ് കട്ട് വർക്കിൻ്റെ എല്ലാ എലഗൻസും വരുന്ന പോലത്തെ ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല രസമായിരിക്കും. ഇങ്ങനെ ഫുൾ ആ ഒരു ബോഡിയിൽ ഈ ഒരു ലീഫ് പാറ്റേണിലുള്ള കട്ട് വർക്ക് ഉണ്ട്. പല്ലു പോർഷൻ്റെ എൻഡിൽ വരുന്ന സ്ഥലത്ത് ആ റോസ് ഫ്ലവേഴ്സും കൂടെ വരുന്നത് പോലത്തെ ആ ഒരു പാറ്റ് ഡിസൈൻ വന്നിട്ടുണ്ട്. അതുപോലെ ഫുൾ ബോഡിയിൽ മുമ്പേ കാണിച്ച ബാക്കിയെല്ലാം സിമിലർ ആയിട്ട് ഫുൾ ബോഡിയിലും ഇതുപോലെ ആ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ബ്ലൗസ് വരുമ്പോഴത്തേനും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഓഫ് വൈറ്റ് ബ്ലൗസ് വരും. ബ്ലൗസിൻ്റെ സ്ലീവ്സിന് ആ സെയിം ഡിസൈൻ നമുക്ക് വരും. സെയിം ഡിസൈനായിട്ട് ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ വരും. ആ ഒരു ലാവൻഡർ കളറിൽ തന്നെയുള്ളൊരു ത്രെഡ് വെച്ചിട്ട് ആ ഒരു ലീഫ് പാറ്റേൺ ചെയ്തിരിക്കുകയാണ്. നെറ്റ് കട്ട് വർക്കായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു പീച്ച് ഷെയ്ഡാണേ. മറ്റേ ഡിസൈനിൽ നമുക്ക് പീച്ച് ഷെയ്ഡ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഡിസൈനിൽ നമുക്ക് പീച്ച് ഷെയ്ഡ് വന്നിട്ടുണ്ട്. മൂങ്ങാച്ചേക്ക് ആയതുകൊണ്ട് തന്നെ ഉണ്ടോ ഇതിൻ്റെ ചെക്സ് വരുമ്പോഴത്തേന് ഒരു ഗോൾഡ്, ഒരു ആ ഒരു ഓഫ് വൈറ്റ് ഗോൾഡ് എന്നുള്ള ഈ ചെക്കിൽ തന്നെയുണ്ട് കേട്ടോ. നമുക്ക് മറ്റേ സോഫ്റ്റ് കോട്ട വരുമ്പം സെൽഫ് കളറാണ് ഫുൾ ആ ഒരു ചെക്സ് വരുന്നത്. ഇതിൽ വരുമ്പോൾ ആ വലിയ ചെക്സും ചെറിയ ചെക്സും ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇത് കണ്ട ചെറിയൊരു ഒരു ഓഫ് വൈറ്റ് ആ ഒരു ടിൻഡ് വന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ചെക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചെക്സും കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റും ഇതിനകത്തെ. സെയിം ആയിട്ട് ഓഫ് വൈറ്റ് കളർ ബ്ലൗസാണ് വരുന്നത്. പല്ലു ഇങ്ങനെ ക്ലോസ് ചെയ്ത് എംബ്രോയിഡറി വരും. ഇതുണ്ടോ പല്ലു പോർഷൻ ഇങ്ങനെ
ആ ഒരു നെറ്റിൻ്റെ ആ ഒരു ഫുൾ ഭംഗിയിൽ തന്നെ അതിൻ്റെ എംബ്രോയിഡറി വരുന്നതായിരിക്കും. അതുപോലെ ഫുൾ ബോഡിയിലും ഈ ഒരു ലീഫ് പാറ്റേൺ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ആ ഒരു ഫുൾ ബോഡി ലീഫ് പാറ്റേൺ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ലീഫ് കട്ട് വർക്ക് പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെയിം ആണ്. 2675 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയും സാരീസാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 2 പാറ്റേൺസ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ആർക്കെങ്കിലും ഒക്കെ ഈ സാരീസ് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഈ സാരീസൊക്കെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഉറപ്പില്ല. കാരണം വെച്ചാൽ ഇപ്പം നല്ല ഡിമാൻഡുള്ള സമയമാണ് താനും. അതുപോലെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഒക്കെ ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് അല്ല. ഷിപ്പിംഗ് ചാർജ് നമ്മൾ സാരീസിന്റെ വെയിറ്റ് അനുസരിച്ചും അതുപോലെ പ്ലേസ് അനുസരിച്ചും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് അഡീഷണൽ ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലേസ് അനുസരിച്ച് നമ്മൾ ഷിപ്പിംഗ് ചാർജ് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ സാരീസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.